എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാർ. ഇന്നത്തെ വീഡിയോ പ്രധാനമായി ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിനെ കുറിച്ചാണ്, അത് ആരോഗ്യത്തെക്കുറിച്ചാണ്. നമ്മളറിയാത്ത പല കാര്യങ്ങളുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോണ വസ്തുതകളാണ് നമുക്ക് ഈയിടെയായി അറിയാൻ സാധിച്ചത്. ഒന്നാമതായി, നമ്മുടെ കേരളത്തിൽ 35 വയസ്സിന് മുകളിലുള്ള വ്യക്തികളിൽ 5% പേർ ഹൃദ്രോഗത്തിന് അടിമകളാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യയുടെ ലെവൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോ 35 സെക്കൻഡിലും ഒരു ഹൃദ്രോഗി ഉണ്ടാകുകയാണ്. ഇത് മനസ്സിലാക്കണം. ഓരോ 35 നിമിഷത്തിലും ഒരു ഹൃദ്രോഗി ഇന്ത്യയിൽ ഉണ്ടാകുന്നു. പിന്നെ കേരളത്തിൽ ഈ ഡയബറ്റീസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് നമ്മുടെ ഹെഡ് ക്വാർട്ടറാണ്. അതിൻ്റെ ഒരു മെയിൻ സെൻറ്ററായി മാറിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ശരിക്കും നമ്മൾ ഒന്ന് സ്റ്റഡി ചെയ്യേണ്ട കാര്യമാണ്. ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. ഈശ്വരൻ നമുക്ക് തന്ന ആയുസ് ഏതാണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 95 to 100 ഇയേഴ്സ് വരെ നാം വെൽ ഡിസിപ്ലിൻ ആണെങ്കിൽ നമുക്ക് ഒരു രോഗിയാകാതെ തന്നെ ഏതാണ്ട് 95 to 100 ഇയേഴ്സ് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാം. ഇവിടുത്തെ എല്ലാ സുഖസൗകര്യങ്ങളും നമുക്ക് ആസ്വദിക്കാം, നമ്മൾ ലോകത്തെ കാണാം, ഒക്കെ ചെയ്യാം. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് സാധ്യമല്ല. എന്നാൽ സാധ്യവുമാകുന്നു. എങ്ങനെ? നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഏതാണ്ട് 80% രോഗങ്ങൾ വന്നാലും അത് ആ ശരീരത്തിന് പ്രതിരോധിക്കാനുള്ള ശക്തിയുണ്ട്. അതിന് വേണ്ടത് സമയം തെറ്റിക്കാതുള്ള ആഹാരക്രമം, ആ ഷേളീസ് കറക്റ്റ് ഒരു 10 മണിക്ക് ഉറങ്ങാൻ പോവുക, കഴിവതും അറ്റ്ലീസ്റ്റ് ഒരു 4:30 ഉണരുക. ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 45 മിനിറ്റ്സെങ്കിലും വ്യായാമത്തിനും നടക്കാനുമായി കുറേ സമയം കണ്ടെത്തുക. ഇതൊരു റൊട്ടൈൻ തിങ്സ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ രോഗിയാകില്ല. ഇപ്പോൾ നമ്മുടെ ഈ ലൈഫ് വളരെ 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 പ്രഷറുള്ള സമയമാണ്. എല്ലാം ഫാസ്റ്റാണ്, എവറിത്തിങ് ഫാസ്റ്റ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഫാസ്റ്റ്, നമ്മുടെ ജോലി ഫാസ്റ്റ്, നമ്മുടെ യാത്ര ഫാസ്റ്റ്, നമ്മൾ എന്ത് ഡിസിഷൻ എടുത്താലും ഫാസ്റ്റ്. ദർ ഇസ് നോ സ്ലോ മോഷൻ. ഒന്ന് റീതിങ്കിങ്, ഒരു സെക്കൻഡ് ചോയ്സിനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. ബിക്കോസ് വി ആർ ബിസി പീപ്പിൾ. സോ ഇറ്റ്സ് വാട്ട് ഹാപ്പനിങ്? ഈ തിരക്ക് കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഈശ്വരൻ നമുക്ക് തന്ന ആയുസ്സിനെ നാം തന്നെ വെട്ടിക്കുറയ്ക്കുന്നു. ഏതാണ്ട് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വയ്ക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അവർക്ക് പരസ്പരം കാണാനുള്ള സമയം കിട്ടിയില്ല. കാരണം ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് അമേരിക്കൻ ടൈമിലാണെങ്കിൽ വൈഫ് വർക്ക് ചെയ്യുന്നത് ഇന്ത്യൻ ടൈമിലായിരിക്കും. ഇത് IT ഫീൽഡിലുള്ളൊരു ആൾക്കാരുടെ കാര്യമാണ്. ഇനി IT ഫീൽഡിലൊരു സ്ത്രീയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഒരു ഹസ്ബൻഡ് പുറത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് ഈ ബുദ്ധിമുട്ടുകളുണ്ട്. വളരെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ആ സമയം കോർഡിനേറ്റ് ചെയ്ത് ഇവർക്ക് പരസ്പരം കാണാനും എന്തെങ്കിലും സാധിക്കൂ. പല ഫാമിലിയും ഒരു കുഞ്ഞിന് ജന്മം വരെ കൊടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ്. ഇനി കുഞ്ഞിനെപ്പറ്റി ചിന്തിക്കാനും ആൾക്കാർക്ക് സമയവും കിട്ടുന്നില്ല. കാരണം അവരുടെ ലൈഫ് സ്റ്റൈൽ,
അവരുടെ സൗകര്യങ്ങൾ മാക്സിമം നല്ല രീതിയിലാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ദേ വാണ്ട് പ്രൊഡക്ഷൻ ഫ്രം ദിസ് പീപ്പിൾ. അവരറിയുന്നില്ല അവരുടെ ആയുസ് കുറഞ്ഞു വരികയാണ്, അവരുടെ എനർജിക്ക് ഒരു കോട്ടം തട്ടുകയാണ്. ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അവിടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന കാര്യവും അവർ മറന്നു പോകാറുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടാണ്. നാളെ ഒരു കണ്ടിന്യൂറ്റി കാണത്തില്ല. സോ വാട്ട് നമുക്ക് പറയാനുള്ളത്, കഴിയുന്നതും നിങ്ങളുടെ ലൈഫിന് ഒരു സ്റ്റൈൽ ഫോം ചെയ്തെടുക്കുക, ഒരു ഡിസിപ്ലിൻ പ്രോഗ്രാം ഉണ്ടാക്കുക. മാക്സിമം എൻ്റെ അടുത്ത വീഡിയോയിൽ എങ്ങനെ ഒരു ഡേ നമുക്ക് ഷോർട്ട് ഔട്ട് ചെയ്യാം, എങ്ങനെ ആയിരിക്കണം. ഒത്തിരി നമ്മുടെ ഡയബറ്റീസ് രോഗികൾ കേരളത്തിലുണ്ട്. ഇൻസുലിൻ മാത്രം അവർ ജീവിക്കും. ഇൻസുലിൻ ഇല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ ശരിയായ ഒരു ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യുന്ന വ്യക്തി വിത്തിൻ 2-3 മന്ത്സിൽ ഈ ഇഞ്ചക്ഷൻ, അതായത് ഇൻസുലിൻ ഇഞ്ചക്ഷൻ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. നിങ്ങളുടെ ഫുഡിൻ്റെ ക്രമീകരണം കൊണ്ട് തന്നെ ഒരളവ് വരെ കുറയ്ക്കാൻ പറ്റും. ഫുഡിൻ്റെ ക്രമീകരണം കൊണ്ട് പലതും പല അസുഖങ്ങളിൽ നിന്നും നമുക്ക് ഫ്രീ ആക്കാൻ പറ്റും. ആഹാരം വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, വല്ലാത്ത പ്രോബ്ലം ഉണ്ടാക്കുന്നതാണ്. കഴിയുന്നതും ആൾക്കാർ വീട്ടിൽ പാചകം ചെയ്യുന്ന ആഹാരം കഴിക്കുക. കഴിയുന്നതും ഈ പുറത്തുനിന്ന് ഹോട്ടൽ വാങ്ങുന്ന ഫുഡ് മാക്സിമം അതൊരു ജങ്ക് ഫുഡാണ്. അത് ജങ്ക് ഫുഡ് കഴിച്ചാൽ അതും നമ്മുടെ ശരീരം തന്നെയാണ് റെസ്പോൺസ് ചെയ്യുന്നത്. വീട്ടിൽ ആഹാരം കഴിച്ചാലും അത് നമ്മുടെ ശരീരം തന്നെയാണ് റെസ്പോൺസ് ചെയ്യുന്നത്. സോ കഴിയുന്നതും ജീവിത ശൈലികൾക്ക് നല്ല രീതിയിലൊരു മാറ്റം കൊടുക്കുക, നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രോഗ്രാം ചെയ്യുക, കഴിയുന്നതും ഹോസ്പിറ്റലിൽ പോകാതിരിക്കുക, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക. ഈ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയുടെ കണ്ടീഷനെ പറ്റി ഒരു ഡോക്ടറിനെക്കാളും കൂടെ നിങ്ങൾക്കറിയാൻ പറ്റും. ഇപ്പോൾ ഡോക്ടറിൻ്റെ ചില കേസുകൾ, ഇപ്പോൾ അപകടം, ഇങ്ങനെ പല കേസിനും ഡോക്ടറിൻ്റെ പോകേണ്ടതാണ്. പക്ഷേ എന്ത് തന്നെ പോയാലും ഡോക്ടറിൻ്റെ അടുക്കൽ നിങ്ങൾ എത്തുമ്പോൾ ഡോക്ടർ നിങ്ങളിൽ നിന്നാണ് ഓരോ വിവരങ്ങൾ അറിയുന്നത്. നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വിവരങ്ങൾ അത് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മെഡിസിൻ തരുന്നത്. സോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊന്ന് പറയാനുള്ളത്, രോഗികളാകാതിരിക്കുക. 5 സ്റ്റാർ ഹോസ്പിറ്റലിൽ പോയാൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യവും കിട്ടും. നിങ്ങൾക്ക് നല്ല AC റൂം കിട്ടും, സ്റ്റാൻഡ് ബൈ ആൾക്കാരെ കിട്ടും, എപ്പോഴും റണ്ണിങ് ചെയ്യുന്ന ഈ TV ഒക്കെ ഉണ്ടാകും. പിന്നെ റെസ്റ്റ് എടുക്കാൻ ICU റൂം ഉണ്ടാകും. ആയുസ് ഏതാണ്ട് തീരാറായാലും വെന്റിലേറ്ററിൽ വെച്ച് ആയുസ് നീട്ടി, ഇതെല്ലാ കലാപരിപാടികളും അവിടെ കിട്ടും. സോ പ്രധാനമായിട്ടൊന്ന് പറയാനുള്ളത്, വലിയ വിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ കേരളത്തിലുള്ള ഓരോ വീട്ടിൽ നിന്നും ഓരോ രോഗികളെ നമുക്ക് ലഭ്യമാകും. അതിനുള്ള പണികളാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ഒരാളെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരും. മൈഗ്രേഷൻ ഉണ്ടാകും. ഇപ്പോൾ ലണ്ടൻ, UK, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളും മൈഗ്രേഷന് വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടിയാണല്ലോ. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും എളുപ്പം ഇപ്പോൾ ഇവിടെ തന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ദർ ഇസ് നോ പ്രോബ്ലം, യു ഗെറ്റ് ഓൾ ദ ഫെസിലിറ്റീസ്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ ഒരുവിധം കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. അവർക്ക് മെഡിക്ലെയിം കാണും, മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ കാണും, അവർക്ക് അവരുടെ സാമ്പത്തിക ക്ലേശമൊന്നും ഉണ്ടാകില്ല. ബട്ട് ഒന്ന് ചിന്തിക്കുക, ലൈഫ് ഒന്ന് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അതിവിടെ ആസ്വദിച്ച് എല്ലാം കണ്ട് നല്ല രീതിയിൽ നമ്മൾ ഈ ലോകത്തു നിന്ന് വിട പറയുക. അപ്പോഴാണ് ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ. ഈശ്വരൻ എല്ലാം തരുന്നുണ്ട്, എന്ത് ചെയ്യണം ഏത് ചെയ്യണ്ട എന്നുള്ള ബുദ്ധിയും തരുന്നുണ്ട്. എന്ത് വേണമെന്ന് നാം സ്വയം ചിന്തിക്കുക. നാം ചെയ്യുന്നതിൻ്റെ ഫലം നമുക്ക് കിട്ടും, നാം ചെയ്യാത്തതിൻ്റെ ഫലം ഒന്നും നമുക്ക് കിട്ടിയില്ല. സോ
എനിക്കൊന്നുകൂടി പറയാനുള്ളത് ഇതുള്ളൂ, നിങ്ങളുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുക, രോഗിയല്ലാതിരിക്കുക, എപ്പോഴും സ്മാർട്ടായിട്ടിരിക്കുക. 60 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് വയസ്സ് 60 ആയില്ലെന്ന് ചിന്തിക്കുക. യു കൗണ്ട് ദ ഏജ്, കീഴോട്ട് കുറച്ച് കൗണ്ട് ചെയ്യുക. ചിലവർ എന്താ പറയുക, ഓടിക്കൾ ഈ റിട്ടയർഡ് ആകുന്നവർ വിചാരിക്കും, 60 ഇനിയിപ്പോൾ എന്താണ്. നോ, സോറി. നിങ്ങളാണ് ഏറ്റവും കൂടുതൽ മാതൃകയായിട്ട് പബ്ലിക്കിനെ കാണിക്കേണ്ടത്. നിങ്ങളുടെ ഇപ്പോൾ ഒരു 60-70 വയസ്സുള്ള നിങ്ങൾ നല്ല ഫുഡ് കഴിച്ചവരാണ്. നിങ്ങളുടെ പാടത്ത് കിട്ടിയ നെല്ലും പറമ്പ് നീട്ടിയ പച്ചക്കറികളും കഴിച്ചാൽ നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള ജനറേഷൻ അത് കിട്ടുന്നില്ല. കംപ്ലീറ്റ് മൂട്ടപ്പൊടി അടിച്ച വെജിറ്റബിളൊക്കെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് അവിടെ ഹെൽത്തിന് ഒരുപാട് പ്രോബ്ലം വരും. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ അവരെ അഡ്വൈസ് ചെയ്യുക, നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളെ അഡ്വൈസ് ചെയ്യുക, നല്ല എക്സർസൈസ് ചെയ്യാൻ, നല്ല വീട്ടിൽ ആഹാരം കഴിക്കുക, ജങ്ക് ഫുഡ് കഴിക്കാതിരിക്കാനുള്ള അഡ്വൈസ് അവർക്ക് കൊടുക്കുക. നിങ്ങൾ അവർക്കൊരു മാതൃകയായിട്ട് മാറുക. ഓക്കെ, എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അടുത്ത് തീർച്ചയായിട്ടും ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതെങ്ങനെ സാർട്ട് ഔട്ട് ചെയ്യാമെന്നുള്ള അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ല ദിവസം ഒരിക്കൽ കൂടി നേർന്നുകൊള്ളുന്നു. താങ്ക് യു. കാണാം വീണ്ടും.